ദിവിഷ്, ഇതിലൊരു ഏറ്റവും സുപ്രധാനമായ ഒരു മൊഴിയുണ്ട്. അത് VS രാജേന്ദ്ര പ്രസാദ്, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമല. 30/10/2024 അദ്ദേഹം റിട്ടയർ ചെയ്തു. 11/9/2019 ദ്വാരപാലക ശില്പങ്ങൾ തിരികെ ശബരിമലയിൽ എത്തിച്ച് സ്ഥാപിക്കുമ്പോൾ തൂക്കം നോക്കാതെ മഹസർ പേരിന് വേണ്ടി മാത്രം തയ്യാറാക്കിയെന്ന്. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ പോയി സെപ്റ്റംബർ 11 ഈ സന്നിധാനത്ത് അത് അണിയിക്കും. ആ ഫോട്ടോ നമ്മൾ കണ്ടതാണല്ലോ, എല്ലാവരും കൂടെ നിരന്ന് നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റേ ആൾക്കാരുമെല്ലാം ഈ സ്പോൺസർമാരൊക്കെ നിരന്ന് നിന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ ഇത് അണിയിക്കുന്ന ദൃശ്യം കണ്ടതാണല്ലോ. അപ്പോൾ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ മൊഴി കൊടുത്തിരിക്കുകയാണ്. 11/9/2019 ദ്വാരപാലക ശില്പങ്ങൾ തിരികെ ശബരിമലയിൽ എത്തിച്ച് സ്ഥാപിക്കുമ്പോൾ തൂക്കം നോക്കാതെ മഹസർ പേരിന് വേണ്ടി തയ്യാറാക്കിയെന്ന്. വിജയ് മല്യ പൊതിഞ്ഞ 1.5 കിലോ ഗോൾഡുള്ള ആ പാളികൾ കൊണ്ടുപോയിട്ട് തൂക്കം പോലും നോക്കാതെ കൊണ്ടുപോയിട്ട് അതിൽ എന്തൊക്കെയോ ചെയ്ത് അത് മുക്കുമണ്ടമാക്കി തിരിച്ച് കൊണ്ടുവന്നിട്ട് പോലും ഇവിടെ തൂക്കം നോക്കിയില്ല ആ സന്നിധാനത്ത്. അത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് വിജിലൻസിന് മൊഴി കൊടുത്തിരിക്കുന്നത്. ആ മൊഴിയിൽ പറയുന്നു പേരിന് വേണ്ടി മാത്രം മഹസർ തയ്യാറാക്കി. അപ്പോൾ ആരൊക്കെയാണ് കള്ളന്മാർ, ആരൊക്കെയാണ് ഇതിൽ കൂട്ടുനിന്നത്? ബോർഡ് ഉത്തരവ് പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി 2021 നിർമ്മിച്ചു കൊണ്ടുവന്ന സ്വർണം പൂശിയ താങ്ങുപീഠം തിരുവാഭരണ രജിസ്റ്ററിലോ മറ്റു രജിസ്റ്ററുകളിലോ ഒന്നും ചേർക്കാതെ ഇരിക്കുകയും ദ്വാരപാലക ശില്പത്തിൽ അത് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ മഹസർ തയ്യാറാക്കാതെ ഇരിക്കുകയും പിന്നീട് താങ്ങുപീഠം കാണാതാവുകയും പരാതി വന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 2024 സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നും കണ്ടെടുക്കാൻ ഇടയാക്കി. അപ്പോൾ രാജേന്ദ്ര പ്രസാദിന്റെ മൊഴിയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പീഠം സംബന്ധിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2021 ഈ പീഠം നിർമ്മിച്ചുകൊണ്ട് കൊടുക്കുന്നത്. അതായത് ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം 2021 തയ്യാറാക്കിക്കൊണ്ട് കൊടുക്കുന്നത്. 19 ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൊണ്ടുവരുന്നു. ഈ പീഠം കൊണ്ടുവരുന്നത് 21 അത് ദേവസ്വം രജിസ്റ്ററിലോ തിരുവാഭരണ രജിസ്റ്ററിലോ ഒന്നും ചേർത്തിട്ടില്ല. ദ്വാരപാലക ശില്പത്തിൽ അത് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ മഹസർ തയ്യാറാക്കിയിരിക്കുകയും പിന്നീട് താങ്ങുപീഠം കാണാതാവുകയും ചെയ്തു. അപ്പോൾ ഇത് ചേരാത്തത് കൊണ്ടല്ല കാണാതായത്, അത് വെച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പോലും അറിയില്ല. അതുപോലെ തന്നെ ശ്രീ K. രാജേന്ദ്രൻ നായർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശബരിമല, 31/1/2021 അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന്റെ മൊഴി ബോർഡ് ഉത്തരവ് പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി 2021 നിർമ്മിച്ചുകൊണ്ടുവന്ന സ്വർണം പൂശിയ താങ്ങുപീഠം തിരുവാഭരണ രജിസ്റ്ററിലോ മറ്റു രജിസ്റ്ററിലോ ഒന്നും ചേർക്കാതെ ഇരിക്കുകയും ദ്വാരപാലക ശില്പത്തിൽ അത് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ മഹസർ തയ്യാറാക്കാതെ ഇരിക്കുകയും പിന്നീട് താങ്ങുപീഠം കാണാതാവുകയും പരാതി വന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 2025 അത് സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നും കണ്ടെടുക്കാനിടയായി എന്നാണ്. അപ്പോൾ താങ്ങുപീഠത്തിൽ 2020 മുതൽ അതിന്റെ ദുരൂഹത അതെന്തിനാണ് ദേവസ്വം അത് കൊണ്ടുവന്ന് അയ്യപ്പസ്വാമിയുടെ മുന്നിൽ കാണിച്ചു. അതിനുശേഷം അവിടെ രേഖയിലൊന്നും പെടുത്താതെ അതിനെയും കൊണ്ട് അങ്ങ് പോയി. അത് എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. അതാണ് ഒടുവിൽ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന്, സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. അയ്യപ്പ സന്നിധിയിലെ സ്വർണ്ണവാളികൾ ചെമ്പാക്കി മാറ്റിയ ഓരോരുത്തരും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. നീതിപീഠം വിധിക്കുന്ന ശിക്ഷകൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും സുപ്രധാനമായ കേരള ഹൈക്കോടതി മുൻപാകെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ സുനിൽ കുമാർ VIPS സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദമായ വിവരങ്ങളാണ് അനന്തകൃഷ്ണൻ പങ്കുവച്ചത്. എങ്ങനെയാണ് ശബരിമലയിൽ വലിയൊരു തട്ടിപ്പ് നടന്നത്, വലിയൊരു സ്വർണ്ണക്കൊള്ള നടന്നത്? 2019 നടന്ന അതേ സ്വർണ്ണക്കൊള്ളയുടെ അതേ പതിപ്പ് തിരക്കഥയിൽ ഒരു വരി പോലും തെറ്റാതെ അതേ രീതിയിൽ 2025 നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ ശ്രദ്ധ, അതുവരെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോ ബോർഡംഗങ്ങളോ ഒന്നും കാണിക്കാത്ത ആത്മാർത്ഥത ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ചപ്പോൾ മാത്രമാണ് ആ ഒറ്റ ഉദ്യോഗസ്ഥന്റെ നേർവഴി, അദ്ദേഹം മാത്രം നേർവഴി നടന്നപ്പോഴാണ് ഈ കള്ളത്തരം അപ്പാടെ ലോകത്തിന് മുന്നിൽ, ഈ സമൂഹത്തിന് മുന്നിൽ തെളിവാകുന്നത്. അല്ലെങ്കിൽ അനന്തൻ സൂചിപ്പിച്ച പോലെ ഈ 40 വർഷക്കാലം ഓരോ 4-5 വർഷം കൂടുമ്പോൾ ശബരിമലയിലെ വാതിൽപ്പാളികളും ദ്വാരകപാല പാളികളും ഒക്കെ ചെമ്പായി എന്ന് പറഞ്ഞ് സ്വർണ്ണം മുക്കാനായി കൊണ്ടുപോകും. പല കോടീശ്വരന്മാരുടെ വീട്ടിൽ പൂജയ്ക്ക് വെച്ച് അവരിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റി പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പ് പണിയിച്ച് അതിൽ സ്വർണം പൂശി അതിലും തട്ടിപ്പ് നടത്തി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കും. അതിൽ ബാക്കി സ്വർണ്ണമുണ്ടെങ്കിൽ ഞാനൊരു നന്മ പ്രവൃത്തി ചെയ്യട്ടെ എന്ന് പോറ്റി ദേവസ്വം ബോർഡിന് ഇമെയിലേക്കും ആയിക്കോട്ടെ എന്ന് ദേവസ്വം ബോർഡ് ഒരുപക്ഷെ മറുപടിയും കൊടുക്കും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ശബരിമല സന്നിധാനത്ത് സംഭവിച്ച കൊടും കള്ളത്തിന്റെ സ്വർണ്ണ കവർച്ചയുടെ കൊള്ളയുടെ വിശദമായ റിപ്പോർട്ടാണ് വിജിലൻസ് ഇപ്പോൾ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും മാതൃഭൂമി ന്യൂസും മാതൃഭൂമി ദിനപത്രം 2019 അതിനു മുൻപുമൊക്കെ പങ്കുവച്ച വാർത്തകളും ചിത്രങ്ങളും സഹിതം മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ച വാർത്തകൾ അത് തെളിവായി മാറി, വസ്തുതകളായി മാറി. അതാണ് കൃത്യമായ അന്വേഷണത്തിലേക്ക് ഹൈക്കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ വേറെ ഒരു അന്വേഷണവും വേണ്ട, ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചുകൊണ്ട് ഈ കേസ് ഫയലുകളെല്ലാം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് കൃത്യമായ പൂട്ടിയിട്ടുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകുമ്പോൾ ദേവസ്വം വിജിലൻസിന്റെ ഈ റിപ്പോർട്ടും ഏറ്റവും നിർണായകമാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്.